ഈ കഥയുടെ പേര് ഉദ്ദീപന പ്രതികരണം, അല്ലെങ്കിൽ ഉദ്ദീപന പ്രതികരണ തത്വം എന്നാണ് പറയാം. അതായത് നമ്മൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു മനുഷ്യനുണ്ടാക്കാവുന്ന ഒരു ചലനം, ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വികാരം, ഒരു വൈകാരികത, അതിനാണ് ഉദ്ദീപന പ്രതികരണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കഥയാണിത്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ സുഗതൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അയാൾ കുളത്തൂക്കാരനാണ്. കുളത്തൂർ തന്നെ 5-6 ഏക്കർ സ്ഥലമുള്ള ഒരു മനുഷ്യനാണ്, കോടീശ്വരനാണ്. പക്ഷേ അയാൾ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇയാൾ മകനൊരു ഡോക്ടറുണ്ടാകാൻ, പിന്നെ ഡെൻ്റൽ ഡോക്ടറാണ്. പിന്നെ ഭാര്യ മരിച്ചും പോയി. ഇപ്പോൾ ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ, മോനും ഇയാൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇയാൾ പെട്ടെന്ന് ആവശ്യനായ ഇയാൾ കിടപ്പിലായിപ്പോയി. ചികിത്സിക്കാൻ ആരുമില്ല, പരിചരിക്കാൻ ആരുമില്ല. അങ്ങനെ മകൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇയാളെ ലോർഡ്സ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ ലോർഡ്സ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ ഡോക്ടർമാർ പറഞ്ഞു ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു അത് രക്ഷപ്പെടണ്ട, മരണം വരെ ഇവിടെ ശുശ്രൂഷ കിട്ടിയാൽ മതി, നഴ്സിംഗ് കിട്ടിയാൽ മതി, അതിനൊരു മുറി ഞങ്ങൾക്ക് വേണം, അതിനുള്ള പൈസ ഞങ്ങൾ അഡ്വാൻസായിട്ട് അയക്കാം. അപ്പോൾ ഈ ആശുപത്രിക്കാർ മുറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവർ സമ്മതിച്ചു. ഇയാളെ അഡ്മിറ്റ് ചെയ്തു. പരിചാരകർ വേറെ ആരെ കൂടെ ഉണ്ട്, മകനടക്കുമെന്ന് നോക്കും. മരണം വരെ അയാൾക്ക് അവിടെ കിടക്കണം, അവിടെ കിടത്തണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾക്ക് യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പോൾ ഇയാളാണെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ ചിലപ്പോൾ അയാളുടെ വീട്ടിൽ ചെല്ലും. ചിലപ്പോൾ ഞങ്ങളെല്ലാം ക്ലബിലൊക്കെ പോകുമ്പോൾ കളിക്കുന്ന സമയത്ത് അവർ ചീട്ട് കളിക്കും. എനിക്ക് ചീട്ട് കളിക്കാൻ അറിഞ്ഞോളൂ, ഞാൻ ചുമ്മായിരിക്കും, ചീട്ടുകളി കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. ചിലപ്പോൾ സ്മോളൊക്കെ അവർ കഴിക്കുന്ന സമയത്ത് എനിക്കൊരു തുള്ളിക്ക് ഒഴിച്ചു തരും. അവർ 30, ഞാൻ അങ്ങനെ കഴിക്കില്ല, അവർ 30 എനിക്ക് ഒഴിച്ചു തരും, അതും ഞാൻ കഴിക്കും. അങ്ങനെ അവരോട് സഹകരിച്ച് പോകുന്നൊരു മനോഭാവക്കാരനായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടെ എൻ്റെ കോളേജിലുള്ള വേറൊരു സാറുണ്ട്, വേണുഗോപാൽ എന്ന് പറഞ്ഞു, കണ്ണാറ വേണുഗോപാൽ. അയാൾ ദേവസ്വം ബോർഡ് മെമ്പറൊക്കെ ആയിരുന്നു. അയാൾ ഒരു ദിവസം എന്നോട് അയാൾക്ക് കാറിലൊന്നും ഓടിക്കാൻ പറ്റില്ല, കൈ ഇത്തിരി ബലഹീനതകളാണ്. അപ്പോൾ നമുക്ക് തൻ്റെ കാറിലൊന്നും ഇയാളെ കാണുമ്പോൾ ലോഡ്സ് വരെ പോകാം. ഞാൻ എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഞങ്ങൾ ലോഡ്സിൽ ചെന്ന് ഇയാളുടെ മുറിയുടെ മുന്നിൽ ചെന്നു. അപ്പോൾ മുറിയുടെ മുന്നിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുറത്ത് ആരോ ആരോ ഒക്കെ നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു, 4-5 പേര് അവിടെ ഉണ്ട്. ഏത് ആളുകളാണ് ഏതാണെന്നും നമുക്കറിയില്ല, ഇവരുടെ ബന്ധുക്കളാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ നിങ്ങൾ കയറി കണ്ടിട്ട് എന്താ, പുള്ളി അങ്ങോട്ട് മതിലിനെ വശത്തോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങോട്ട് തിരികെ പോലുമില്ല. കാണാനും പറ്റും, കണ്ടിട്ടൊരു കാര്യമില്ല. പുറം വശം കാണാനേ പറ്റുള്ളൂ. സംസാരിക്കില്ല, ആളറിഞ്ഞൂടാ, തിരിയില്ല, ഒരു മനുഷ്യനെയൊക്കെ അറിഞ്ഞൂടാ. മകനെപ്പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ശരി, സമ്മതിച്ചു. ഇപ്പോഴും ഞങ്ങളെ പുറം വശം ഒന്ന് കണ്ടിട്ട് ഞങ്ങളങ്ങ് പോയിക്കോളൂ. ഞങ്ങൾ ഏതായാലും ഇവിടം വരെ അയാളെ കാണാൻ വന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പോയി കയറി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഈ സാറും കൂടെ കയറി, ഈ കണ്ണാറ വേണുഗോപാൽ എന്ന സാറും ഞാനും കൂടെ കയറി ഇയാളെ കണ്ട് ഇയാൾ മതിലിൻ്റെ സൈഡിലോട്ട് തലവെച്ച് കിടക്കുകയാണ്. ഇയാളുടെ കൈ ഞാനിങ്ങനെ പതുക്കെ തടയി, 2-3 തവണ തടയി. അത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ചലനമില്ല, അനക്കമില്ല, ജീവശവമായിട്ട് അങ്ങനെ കിടക്കുകയും. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അണ്ണാ എണീറ്റ് വാ, നമുക്കൊന്ന് കൂടണ്ടേ. അപ്പോൾ അയാൾ എന്നോട് പറയുകയാണ്, ആര്, പീതാംബരനാണോ ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ചലനം അനക്കം ഉണ്ടായില്ല. അപ്പോൾ ഇത് പുറത്ത് നിന്ന് സ്ത്രീകൾ കേട്ടു. അവരുടനെ തന്നെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു, അയാൾ സംസാരിച്ചിരിക്കുന്നു. ആളുകൾ വന്ന് ഇയാളോട് സംസാരിക്കാൻ നോക്കി. ഇയാൾ തട്ടിമുട്ടിയൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അത് അപ്പോൾ ആ സമയത്ത് നിന്ന് എന്തോ ഒരു മിറക്കിൾ പോലെ സംഭവിച്ചതാണ്. ഇതാണ് ഉദ്ദീപന പ്രതികരണം.